ഹായ്, ഞങ്ങൾ ഇന്നുള്ളത് അട്ടപ്പാടി ഭാഗത്താട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ചുരമൊക്കെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും നിങ്ങളും ഞങ്ങളെ കൂടെ ഈ യാത്രയിൽ തുടർന്ന് പോരുക. അട്ടപ്പാടിയിലെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അല്ലേ? റെഡി അല്ലേ? റെഡി. അപ്പോൾ നിങ്ങളും പോരുട്ടാ. നമ്മൾ ഇന്ന് അട്ടപ്പാടി വിശേഷങ്ങളുമായിട്ടാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. റിയാസേ, നമ്മുടെ ബൈക്കോ? നമ്മുടെ ബൈക്കിലാണിന്ന് യാത്ര. ബൈക്ക് ഞങ്ങൾ കുറച്ച് മുകളിൽ വെച്ചിട്ടുള്ളതാണ്. പോവല്ലേ? ഹെൽമെറ്റ് അപ്പം ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. നമ്മൾ യാത്ര ആരംഭിച്ചത് പുലർച്ചെ 4 മണിക്കാണ്. 4 മണിക്ക് യാത്ര ആരംഭിച്ച് നമ്മൾ പെരിന്തൽമണ്ണ, അതുപോലെ പട്ടാമ്പി, പിന്നെ മണ്ണാർക്കാട് നിന്ന് നമ്മൾ ഇപ്പോൾ സൈലന്റ് വാലി അട്ടപ്പാടി റൂട്ടിനാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വരുന്ന വഴി ചുരങ്ങളും ഒരുപാട് കാടും ഒക്കെ കണ്ടിട്ടാണ് വരുന്നത്. പക്ഷെ വരുന്ന സമയം ലൈറ്റ് വളരെ കുറവായിരുന്നു, അത് കാരണം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി എന്തായാലും മുന്നോട്ടുള്ള വഴിയിലുള്ള വീഡിയോ ഒക്കെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം. എന്തായാലും നല്ല കാടിൻ്റെ ഒരു ആംബിയൻസ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. നല്ലൊരു കൂളിങ്ങും ഉണ്ട് ഇവിടെ, ഭയങ്കരമായിട്ട് അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട്. ഇനിയിപ്പോൾ കാലത്തായതുകൊണ്ട് ആണെന്നല്ല, അല്ലാത്ത സമയത്തും ഉച്ചയുടെ സമയത്തൊക്കെ ഇവിടെ അത്യാവശ്യം നല്ല കൂളിങ് കിട്ടുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷികളുടെയും അതുപോലെ കാട്ടിലെ മറ്റു ജീവികളുടെയൊക്കെ ശബ്ദങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ ഒരു വഴി ഇങ്ങനെ പോകുമ്പോൾ. അപ്പോൾ തന്നെ നമുക്കൊരു കാടിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഫീല് കിട്ടും. ചെറിയൊരു അമ്പലം കണ്ടിട്ട്, ചെറിയൊരു അമ്പലം അല്ലേ? റോഡ് അവസാനിക്കുകയാണ്. നേരെ പുഴയെ വന്നിട്ട് റോഡ് അവസാനിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്ന് ഏതോ ഒരു ഇതിൽ എന്താ പറയുക, ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ഒരു വണ്ടി പോയത് കണ്ടില്ലേ, അതേപോലെ അല്ലേ? ഏതായാലും നേരെ പുഴയ്ക്കാണ് വണ്ടി അടിപൊളിയാട്ടാ. എന്തായാലും പക്ഷെ ഇവിടെ കൂടുതൽ നിൽക്കാനൊന്നും പറ്റില്ല, ആനയുടെ ശല്യം നല്ലുണ്ട്. ഇവിടെയുള്ള ആളുകൾക്ക് അതൊരു പ്രശ്നമല്ല, പക്ഷേ നമുക്ക് അത് വിഷയമാണ്. ഇവിടെ വാ. ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. ഇതൊരു സംഭവമാണ് കേട്ടോ. പുഴയിലാണിത്. അതേപോലെ പുഴയിൽ നിന്ന് മാത്രമല്ല, പിന്നെ ഈ കരഭാഗത്ത് നിന്ന് മാത്രമല്ല, ഉൾഭാഗത്തൊക്കെ ഇതേപോലെ പിന്നെ ഉണ്ട് കേട്ടോ. വെള്ളത്തിൻ്റെ നടുവിലൊക്കെ എല്ലാം ഞങ്ങളെ കാണിച്ചു തരാം. റിയാസേ, ഇതൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുക. നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ എന്താണ് ആദ്യം മനസ്സിൽ വരുന്നത്? ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആരും ഫോൺ വിളിക്കാണ്ട് അങ്ങനെ ഇരുന്നിട്ട് ആസ്വദിക്കുക അല്ലേ? ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലം അല്ലേ? പിന്നെ കയ്യിൽ കാശും വേണം. എന്താണ് ഈ പുഴയുടെ തൊട്ടപ്പുറത്താണ് കുറെ കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കറങ്ങിയിട്ട് പാലം വഴി പോകണം. പാലം ഇവിടെ ഒന്നും പാലമില്ല, അങ്ങനെ പോകണം. പക്ഷെ അപ്പുറത്തേക്ക് പോകണമെങ്കിൽ പ്രധാനമായിട്ടും പിന്നെ വാഴ, അതേപോലെ തക്കാളി, പിന്നെ കപ്പ, അങ്ങനെയുള്ള കൃഷികളാണ് കേട്ടോ. പിന്നെ കരിമ്പ്. പിന്നെ ഇവിടെയൊക്കെ കണ്ടത് നമ്മളെ തീറ്റപ്പുല്ല് ഒരുപാട് സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മൾ വരുമ്പോഴൊക്കെ റോഡ് സൈഡിലൊക്കെ പശുക്കൾ, പിന്നെ കന്നുകാലികൾ നല്ല വളർത്തുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. എന്തായാലും ഈ ഒരു സ്ഥലം പറയാതിരിക്കാൻ വയ്യ. പിന്നെ അടിപൊളി തന്നെയാണ് ഈ പുഴയും അന്തരീക്ഷമൊക്കെ. റിയാസ് പറഞ്ഞ പോലെ കയ്യിൽ കാശും ഫോണും ആരും വിളിക്കരുത് അല്ലേ? സ്വസ്ഥമായിട്ട് വന്നിരിക്കാം. കുറച്ച് മീൻ തീറ്റ എടുത്ത് വന്ന നമ്മൾ ശരിക്കും കാണിച്ചു കൊടുക്കാറുണ്ട് അല്ലേ? ഒരു കാര്യം മനസ്സിലായിട്ടോ, ഈ പുഴയിൽ പിന്നെ ചില സ്ഥലങ്ങളിൽ ഇറങ്ങാൻ പറ്റുള്ളൂ, അതൊക്കെ സംഭവം ശരിയാണ്. പക്ഷെ മീൻ ഇഷ്ടം പോലെ മീനുണ്ട് എന്നുള്ളത് ബോധ്യമായിട്ടോ. മീൻ പിടിക്കാൻ പോകുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വന്നുകൂടിയിട്ടില്ലേ ഈ ഭാഗത്തേക്കൊക്കെ? അങ്ങോട്ട് വന്ന് പിന്നെ ആന ഇറങ്ങുന്ന സമയത്തൊന്നും അതിൽ കുടുങ്ങി ഞങ്ങളെ പറയരുതേ. ഫാമിലിക്കും അതുപോലെ തന്നെ 2 വീലറിൽ വരുന്ന ആൾക്കാർക്കും റൈഡേഴ്സിനും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ്.
പച്ചപ്പും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഭാഗങ്ങളിലുള്ളത്. അതുപോലെ ദൂരെ കാണുന്ന മലനിരകളും അങ്ങനെ പുഴകളും ഒരുപാട് കൃഷിസ്ഥലങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് അട്ടപ്പാടി ഏരിയ. പിന്നെ ഒരുപാട് ഉൾവഴികളിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് കൃഷിസ്ഥലങ്ങളൊക്കെ കാണാം. അവരുടെ കൃഷി രീതികളും അതുപോലെ തന്നെ നല്ല വിശാലമായിട്ടുള്ള റോഡാണ്. റോഡിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ യാത്ര തുടങ്ങിയ മുതൽ തന്നെ നല്ല ഫിനിഷിംഗ് ഉള്ള റോഡാണ്. അപ്പോൾ ഈ റൂട്ടിന് വരുന്ന ആൾക്കാർക്ക് എന്തായാലും ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ്. ആ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് ആനിറങ്ങും അല്ലേ, പുഴ. അപ്പോൾ ഇവിടെയൊക്കെ ഇതിനൊക്കെ ഇങ്ങനെ ഇറത്ത് കൊടുക്കുക ഫ്രണ്ട്സ് അല്ലേ. നമ്മൾ പോണ വഴിക്ക് ഇങ്ങനെ കണ്ടതാട്ടോ. അപ്പോൾ ഇവിടെ അത് രാത്രി ഇറങ്ങാം സൗണ്ട് ഉണ്ടായിരുന്നു. ഇവിടെ ആനയുടെ ശല്യം വല്ലാതെ ഉണ്ട്. അപ്പോൾ അവർ പിന്നെ ഇറത്ത് കൊടുക്കണം. അവിടെ കുരുമുളക് കഴിഞ്ഞ് പിന്നെ തെങ്ങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനിങ്ങനെ ഇറത്ത് കൊടുക്കുക. അത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കാണിച്ചു തരാം. പാലാണ് അല്ല പുഴ, അങ്ങനെ പാലൊക്കെ ആയിട്ട് കംപ്ലീറ്റ് ഇങ്ങനെ ഇറത്ത് കൊടുക്കും. ആ പുഴ മുറിഞ്ഞിങ്ങോട്ട് കിടക്കും. കടന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല ആക്രമണം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇത് നമ്മളാ പറഞ്ഞ പുഴ ഉണ്ടല്ലോ, നമ്മൾ പിന്നെ കുറച്ച് മുമ്പ് പറഞ്ഞത് പുഴയിൽ ഇറങ്ങിയിട്ട് അവിടെ ആന വരുന്നൊക്കെ പറഞ്ഞത് ആ ഒരു ഭാഗമാണ്. ഇപ്പോഴാണ് എനിക്ക് കറക്റ്റ് കൊടുക്കുന്നത്. റോഡിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാതെ അച്ചവട. ചീരക്കടവ് ഉൾപ്രദേശത്തായിട്ട് നമ്മൾ ചീരക്കടവിൽ നിന്ന് അതിൻ്റെ ഉള്ളിലേക്ക് പ്രാന്തഭാഗങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളുള്ളൊരു സ്ഥലം തന്നെയാണ് അട്ടപ്പാടി. സൈലൻറ്റ് വാലി ആയാലും നരസിംഹമുക്ക ആയാലും മുക്കാലി, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ, ഫേമസ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുള്ള ഒരു ഏരിയ തന്നെയാണ് അട്ടപ്പാടി. അതുപോലെ ഫിലിം ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരുപാട് ഏരിയകളുണ്ട്. ഒരുപാട് കൃഷിയിടങ്ങളുള്ളൊരു സ്ഥലമായത് കൊണ്ട് തന്നെ ആനകളുടെയും അതുപോലെ മറ്റു കാട്ടുജീവികളുടെയും പന്നി ഉൾപ്പെടെയുള്ള ജീവികളുടെയൊക്കെ ശല്യം ഇവർക്ക് ഒരുപാടുണ്ടെന്നാണ് പറയണത്. അപ്പോൾ അതുപോലെ തന്നെ ഈ റോഡിൻ്റെ സൈഡൊക്കെ ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ കൊടുത്തിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്, ആനകളും മറ്റും ജീവികളൊക്കെ കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കൃഷിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥലം കൂടെയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെയാണ് ഈ വെള്ളം നനവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ സൈഡൊക്കെ ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുമല്ല, ഇപ്പം നമ്മൾ യാത്ര ചെയ്യുന്നത് വേനൽക്കാലത്താണ്. അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉള്ളൊരു പാലക്കാട് ജില്ല പ്രത്യേകിച്ച് കുറച്ച് ചൂട് കൂടിയൊരു ഏരിയ എന്ന് ഇടയ്ക്ക് പറയാറുണ്ട്. അപ്പോൾ മഴയും ഇടയ്ക്ക് കിട്ടാറുള്ളൊക്കെ. അപ്പോൾ റോഡൊക്കെ നമ്മൾ വരുന്ന വഴിയൊക്കെ റോഡ് നനഞ്ഞിട്ടുള്ള റോഡുകളൊക്കെ കാണാം. അപ്പോൾ അത് കാരണം കൊണ്ടൊക്കെ ഈ പച്ചപ്പും കാര്യങ്ങളൊക്കെ കുറച്ച് അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ മെയിൻ റോഡ് മാത്രം പോവാതെ കുറച്ച് ഉള്ളേരിയകൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് കൃഷി ചെയ്യുന്നതൊക്കെ കാണാം. ഇവിടെ കൃഷി രീതികളും മറ്റുമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുമല്ലാതെ ഈ മലനിരകളുടെ അടുത്തൊക്കെ നമുക്ക് ഈ ഉള്ളേരിയയിൽ കൂടെ പോയി കഴിഞ്ഞാലൊക്കെ എത്താൻ പറ്റും. നമ്മൾ സ്ട്രൈറ്റ് റോഡും അതുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന റോഡ് തന്നെയാണ്. അതുപോലെ ഉൾവഴികളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഈ പുഴയിലേക്കൊക്കെ ഇറങ്ങാനും അതുപോലെ ചോല അങ്ങനെ മറ്റ് സംഭവങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഉള്ളേരിയയിലേക്ക് പോകുമ്പോഴാണ് കൂടുതലായിട്ട് കാണാൻ പറ്റുക. ചുറ്റുഭാഗം അതുപോലെ എന്താ പറയുക, തെങ്ങ് കഴുങ്ങ് അങ്ങനത്തെ ഒരുപാട് മരങ്ങളുമൊക്കെ റോഡ് സൈഡിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് തന്നെ നമുക്ക് പോകുമ്പോൾ ഒരു ചൂടോ മറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്കൊരു ഫീൽ ചെയ്യുന്നില്ല. ഭയങ്കരമായിട്ട് നല്ലൊരു കൂളിംഗ് ഉള്ള കാറ്റും ഒക്കെ കിട്ടുന്നത് കൊണ്ട് നമുക്ക് ബൈക്ക് യാത്ര ആയാലും നമുക്കൊന്നും വല്ലാതെ ഫീൽ ചെയ്യുന്നില്ല.
അട്ടപ്പാടി ഉൾഗ്രാമങ്ങളിലൊന്നും നമ്മൾ എത്തിയിട്ടില്ല. അത് എത്തുന്നതിന് മുമ്പേ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ കട്ടൻസ് ആർട്ട് സ്പോർട്സ് ക്ലബ്ബ് ഇവിടെ ഉണ്ട്. ഒരു വെറൈറ്റി ആയിട്ട് തന്നെയാണ് അതുള്ളത്. അത് കഴിഞ്ഞ് നമ്മുടെ പയ്യന്മാരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം. ഇവർക്കെല്ലാം എക്സസൈസ് ചെയ്യാണ്. ഈ പോകുന്ന റൂട്ടിലും പിന്നെ അത്യാവശ്യം കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടേക്ക് പിന്നെ അവിടെയൊക്കെ പിന്നെ തീയിട്ട് കത്തിച്ച് കൂട്ടിയ സ്ഥലങ്ങൾ കാണുന്നുണ്ട്. ആന വരുമ്പോൾ ഒക്കെ പായിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് തോന്നുന്നത്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട്. ഏതായാലും ഇങ്ങോട്ടൊരു തണുപ്പ് ഫീലുണ്ട് അല്ലേ? ഫീലല്ല, തണുപ്പില്ലേ? മഴ ചെറുതായി മഴയൊക്കെ പെയ്തിട്ടുണ്ട് ഇവിടെ. റോട്ടിലൊക്കെ ഇങ്ങനെ ചെറിയ ഒരു നനവ് പോലെ ഉണ്ട്. ഇന്നലെയാണ്, ഇന്നൊന്നും ആകുമ്പോൾ പെയ്തതാവില്ല. എന്തായാലും പിന്നെ എന്താ പറയുക, സൂപ്പർ. പുളിമരത്തിനൊക്കെ നിറച്ച് പുളിങ്ങേറ്റ. ഇവിടെയൊക്കെ മറ്റേ എർത്ത് കമ്പി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവർ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ ആനയുടെ ശല്യം നന്നായിട്ടുണ്ട് എന്നുള്ളത്. പന്നിയുടെ ശല്യം ഉണ്ടാവും, ആന മാത്രം എന്നുള്ളതല്ല. കയറ്റം കയറൂലേ? കയറി മാറ്റി. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പോയി നോക്കാം അവരുടെ സംസ്കാര രീതികൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നെ കാണാൻ പറ്റുമോ എന്ന് നോക്കാം. പശു 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 കി 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 കി. ചെറിയ ചെറിയ കുടിലുകൾ. ഇതാണ് അവരുടെ ആദിവാസി ഗ്രാമം കേട്ടോ. കൊറോണ ജാഗ്രതയുടെ ബോർഡൊക്കെ ഇവിടെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേപോലെ അട്ടപ്പാടി ആദിവാസി ഊര് 192 കോട്ടപ്പാട് ആലോചന മൂവ്മെൻറ്റ്സ് അസംബ്ലി വികസന സംഘം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ സംഭവ വികാസങ്ങൾ. അവരുടെ ഒരു കോവിൽ ഉണ്ട് ഇവിടെ. ഒരു മൂപ്പന് ഇവിടെ ഇല്ല, മൂപ്പൻ പുറത്ത് പോയിക്കാണ്. അപ്പോൾ എപ്പോഴാണ് എത്തുക എന്നൊന്നും അറിയില്ല. അപ്പോൾ ഏതായാലും ഞങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ട്. ഈ കോവിൽ പ്രയാസ കോവിലൊക്കെ ഒന്ന് കാണിക്കട്ടെ. ഇതാണ് അവരുടെ കോവിൽ കേട്ടോ. ചെറിയൊരു കോവിൽ കാര്യങ്ങൾ. വലിയൊരു പിന്നെ ആൽമരം, വലിയൊരു ആൽമരം ഉണ്ട് കേട്ടോ. അപ്പോൾ ആദിവാസി ഊരിൽ കുറച്ച് വീഡിയോ നമ്മളെടുത്തു. ലീഗലി അപ്പോൾ അവിടെ പ്രശ്നമാണ് നമ്മളെടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ പിന്നെ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പോലീസിനോട് സംസാരിച്ച് അവിടെ പോകാൻ അനുമതി, അവിടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ പറഞ്ഞത് അത് റിസ്ക്കാണ് എന്നാണ് പറഞ്ഞത്. അതിന് ഒരുപാട് റിസ്ക് ഉണ്ട്. അപ്പോൾ പിന്നെ അവിടെ അവസാനിപ്പിച്ച് ഞങ്ങൾ പോന്നു. നമ്മളെ മുള്ളിയിൽ നിന്ന് ഊട്ടിയിലേക്ക് കിടക്കുന്ന ആ ഒരു വഴി ഇപ്പോൾ കേരള സർക്കാരും അതേപോലെ തമിഴ്നാട് സർക്കാരും ഒക്കെ കേസിലാണ്. അപ്പോൾ ആ വഴി ഒരു 100 മീറ്റർ നമുക്ക് നടന്നു പോയേക്കാം, ഒരു 100 മീറ്റർ വരെ നടക്കാം. അപ്പോൾ അതൊന്ന് പോയി നോക്കാം നമുക്ക്. ഇപ്പോൾ ഈ കാണുന്നതാണ് കേരളത്തിൻ്റെ അതിർത്തി. ഇപ്പോൾ ഈ റോഡ് ഈ അവസാനിക്കുന്നത് വരെ നമ്മൾ യാത്ര തുടങ്ങിയത് മുതൽ ഇതുവരെ അടിപൊളി റോഡാണ്. ഏത് വാഹനം കൊണ്ട് വന്നു കഴിഞ്ഞാലും അടിപൊളി യാത്ര ഉറപ്പാണ്. ഇനി കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റാണ്. ആ ചെക്ക് പോസ്റ്റിൻ്റെ അപ്പുറത്താണ് നമ്മൾ ഊട്ടിയിലേക്കുള്ള റോഡ്. ഈ വഴി ചെല്ലുന്നത് നേരെ ആ ഊട്ടി റോഡിലേക്കായിരുന്നു. അതിപ്പോൾ താൽക്കാലികമായിട്ട് ഇവർ ബാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കേരളം തമിഴ്നാട് തമ്മിലുള്ള ഒരു പ്രശ്നം കാരണം കൊണ്ട് അത് ക്ലോസ് ആണ്. ഇപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അങ്ങോട്ട് പ്രവേശനമുള്ളൂ, ബാക്കിയുള്ള ആളുകൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ചെക്ക് പോസ്റ്റ് ഒന്ന് കാണാം, ജസ്റ്റ് ഒന്ന്
കണ്ടിട്ട് വരാം. അപ്പോൾ ഏതായാലും ആ 100 മീറ്റർ എങ്കിൽ 100 മീറ്റർ. പിന്നെ വേറൊരു വഴി ഉണ്ട് കേട്ടോ, നമ്മൾ ഇങ്ങനെ കടക്കാൻ ഊട്ടിക്ക് കടക്കാൻ വേറൊരു വഴി. അതൊരു 10-30 കിലോമീറ്റർ അങ്ങനെ ചുറ്റി വന്നാലും ഈ ഒരു ചെക്ക് പോസ്റ്റ് ഇതാ, ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. പിന്നെ ഈ കാണുന്നു, ഈ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ പോലീസുകാർ തടയും. അല്ലെങ്കിൽ അവർ മെയിൻ ചെയ്യാതെ പോവുകയാണെങ്കിൽ അങ്ങനെയാണ് പോകും. തടഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും അത് ചുറ്റി വരണം. അല്ലാതെ വേറെ മുള്ളി വഴി വേറെ റൂട്ടില്ല കേട്ടോ. നമുക്ക് അതപ്പോൾ അവിടെയൊക്കെ വണ്ടികളും ആളുകളൊക്കെ ഉണ്ട്. പിന്നെ അത് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പോകുന്നു കേട്ടോ. ഞങ്ങൾ അവിടുത്തെ തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റും പിന്നെ വീഡിയോ എടുക്കൽ പിന്നെ അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ അവിടെയും പിന്നെ റിസ്ക് എടുക്കാൻ നിന്നില്ല. കുറച്ച് ഭാഗമാണ് നടന്നു പോയി ആ ചെക്ക് പോസ്റ്റ് വരെയുള്ള ഒരു ഭാഗം, ഈ ഒരു ഭാഗം തന്നെ ഉള്ളൂ. അപ്പോൾ കൂടുതലെടുത്തില്ല. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം അല്ലേ? എന്തായാലും ഞങ്ങൾ യാത്രയോടെ അവസാനിക്കുന്നില്ല. എന്തായാലും യാത്ര ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തുടർന്നുണ്ടാവണം. താങ്ക് യു.